ഇതിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് എമ്പുരാന്റെ ഹോൾ ടീമാണ്. ആ എമ്പുരാന്റെ ഹോൾ ടീം ഖേദം പ്രകടിപ്പിച്ചത് തങ്ങൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സീൻസ് അത് മാറ്റേണ്ടതാണ്, അതിന്റെ ക്രിയേഷനിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അതുകൊണ്ടാണ് ഈ ഖേദം എന്ന് പറയുന്നത്. ഖേദമുണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് തെറ്റുപറ്റിയെന്ന് സ്വയം തോന്നുമ്പോഴാണ്. അല്ലാതെ തെറ്റുപറ്റി എന്ന് വളരെ ചുരുക്കം ആളുകളാണ്. കേരളത്തിലെ ജനസംഖ്യ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർ ഈ പോസ്റ്റ് ഇട്ടുണ്ടാകും? ഞാൻ സൈബർ സ്പേസ് മുഴുവൻ എടുത്തു നോക്കി. ഇപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് എമ്പുരാൻ കാണുകയാണ്. നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എമ്പുരാൻ കാണുകയാണ്, കുടുംബസമേതം പോയി എമ്പുരാൻ സിനിമ കാണുകയാണ്. അതിനുശേഷം എല്ലാ പിന്തുണയും, ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണെന്ന് ആലോചിക്കണം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പിന്തുണ കൊടുത്തിട്ട് ആ പിന്തുണ പോരെ പൃഥ്വിരാജിന്? പൃഥ്വിരാജ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പൃഥ്വിരാജിന് ആ പിന്തുണ പോരെ? വിവിധ വിഷയങ്ങളിൽ പൃഥ്വിരാജ് ഇടത് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന CA അടക്കമുള്ള വിഷയങ്ങളിൽ, ലക്ഷദ്വീപ് അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ നിലപാടെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുന്ന പിന്തുണ, അത് കഴിഞ്ഞ് അടുത്തത് വരുന്നു VD സതീശൻ, പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്ന പിന്തുണ. കേരള സ്റ്റോറി എന്ന സിനിമ നിഷ്പ്രയാസം തിയേറ്ററുകളിൽ നിന്ന് മാറ്റാനും അതിനെതിരെ പ്രചാരണം നടത്താനും മുന്നിൽ നിന്ന് CPIM-നും കോൺഗ്രസിനും വേരുള്ള കേരളത്തിൽ 20% മാത്രം വോട്ട് ഷെയർ ഉള്ള BJP പേടിപ്പിച്ചിട്ട് ഇതങ്ങ് പിൻവലിച്ചു. അങ്ങനെ പറയുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവർ എന്നതുകൊണ്ട് മോഹൻലാൽ ഉദ്ദേശിക്കുന്നപ്പോൾ ആരെയാണ്? ഈ പ്രതികരിച്ച ആളുകളൊക്കെ മോഹൻലാലിന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അത് പറയാനുള്ള ചങ്കൂറ്റം അങ്ങ് മോഹൻലാൽ കാണിച്ചാൽ മതി. അതാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്നതുകൂടി ഇതിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.